ഒടുക്കത്തെ വിശപ്പ്. നായ തിന്നത് 24 സോക്സുകൾ. ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ അടിയന്തര ശസ്ത്രക്രിയ. 24 സോക്സ് മാത്രമല്ല, കണ്ണി കണ്ടതെല്ലാം അവൻ തിന്നു. അതിൽ ഒരു വൺസി, ഒരു ഷൂ ഇൻസെർട്ട്, ഒരു സ്ക്രഞ്ചി, 2 ഹെയർ ടൈ എന്നിവയും ഉൾപ്പെടും. ഈ ഇൻസിഡന്റ് ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട് ഇതേപോലുള്ള ഡോഗ്സ്. സോക്സ് എന്ന് പറയുന്ന ഇവർക്ക് ഒരു ക്രേസ് ആണ്. ഇവർ രണ്ടുപേർക്കും എടുക്കാനായിട്ട് ടെൻഡൻസി ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഇത് ആദ്യം ഇവിടെ വെച്ച് നോക്കാം. ഞാൻ ഇവിടെ വെക്കും എടുക്കരുത് കേട്ടോ. അപ്പൊ സോക്സ് എന്ന് പറയുന്നത് ഇവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് നമുക്ക് അടുത്തോട്ട് ഇട്ട് നോക്കാം. സോക്സ് അടുത്തോട്ട് ഇടുമ്പോ ദൂരോട്ട് മാറുന്നതാണ്. ഇനി അവരുടെ അടുത്തോട്ട് തന്നെ ഇട്ട് നോക്കാം. മാറിപ്പോവുക ചെയ്യുന്നത്. ട്യൂണയാണെന്നുണ്ടെങ്കിലോ ട്യൂണയുടെ അടുത്തോട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. മാറിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ കമാൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കറങ്ങുന്നുണ്ട്. വീണ്ടും പ്രൊവോക്ക് ചെയ്ത് നോക്കാം. മാറിപ്പോയി. ഇനി ഇവരെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇട്ട് നോക്കാം കേട്ടോ. ഇവരെടുക്കത്തില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവരെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ തന്നെയും നമ്മൾ പല വിധത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. നമുക്കൊരു ചാൻസ് കിട്ടി. ഞാൻ രാവിലെ ന്യൂസ് കണ്ടപ്പോഴത്തേന് നമുക്ക് നോക്കിയാണ്. ഇതിനകത്ത് താണ്ട് കഴിക്കാനുള്ള ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കമാൻഡ് പറയുന്നുണ്ട് കേട്ടോ. ലെവറ്റ്. ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് ആയിട്ടേക്കുന്നത്. ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് താണ്ട് ഇതാണ്. വേണ്ട അത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി പല്ലോ ഓക്കെ. ഇനി ഞാൻ മാക്സിമം ദൂരോട്ട് മാറി നോക്കാം. ആ സാധനം താണ്ട് ഇതിനകത്തുണ്ട് കേട്ടോ. ഞാൻ സെയിം ഐറ്റം തന്നെ ഇട്ടേക്കുന്നത്. സെയിം ഐറ്റം തന്നെ അവരെ കാണിച്ചിട്ടേക്കുന്നത്. വേണ്ടതാ ഇത് ഇതിനകത്തുണ്ട് കേട്ടാ. വേണ്ട ഇതിനകത്തുണ്ട് കേട്ടാ. പക്ഷേ ലേവറ്റ്. ഓക്കെ. ഞാൻ മാക്സിമം ദൂരോട്ട് മാറി നോക്കുവാണ്. എന്റെ കൂടെ വരുവാണ്. ഓക്കെ. കല്ലു ഇഞ്ഞു വന്നേ. കല്ലു താഴെ ഇട്ട് നോക്കാം. അതുകൊണ്ട് അതിനകത്ത് ഐറ്റം ഉണ്ടെന്നുള്ളതൊക്കെ അവർക്ക് അറിയാം കേട്ടോ. ഇവിടെ പ്രൊവോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഈ വിധത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിൻ ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റുന്നതാണ് ഡോഗ്സിനെ. ഡോഗിനെ നമ്മൾ ഇതിനു വേണ്ടി പഠിപ്പിക്കുന്നത് ലെവിറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. ലെവിറ്റ് കമാൻഡ് പഠിപ്പിക്കാനായിട്ട് പല ടെക്നിക്സ് ഉണ്ട്. പലതും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ട്രീറ്റ് വെച്ചിട്ട് തന്നെയുള്ളതാണ്. ഒരു ട്രീറ്റ് എടുക്കുന്നു, കയ്യിൽ വെക്കുന്നു, ഇവരെ കാണിച്ചുകൊണ്ട് ഇത് കയ്യിൽ മടക്കി വെക്കുന്നു. മടക്കി വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ പതുക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങും. മണപ്പിച്ചുമൊക്കെ. മണപ്പിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ലെവിറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ലെവറ്റ്. മാറിയിരുന്നിട്ട് എപ്പോഴാണോ നമ്മളെ നോക്കുന്നത്. ഈ സാധനത്തിൽ നോക്കുമ്പോൾ നമ്മൾ റിവാർഡ് കൊടുക്കുന്നില്ല. നമ്മളെ നോക്കുമ്പോൾ നമ്മൾ കേട്ടു ഒരു റിവാർഡ് കൊടുക്കുന്നു. സെയിം സാധനമാണ് കൊടുക്കുന്നത്, പക്ഷെ ഇത് കൊടുക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ലിമിറ്റ് പറഞ്ഞു. ഇതിനി ഒരിക്കലും കൊടുക്കുന്നില്ല. ഇത് നമ്മളെ കളയാത്തതേ ഉള്ളൂ. ഓക്കെ. നമ്മളെ നോക്കുമ്പോഴാണ് കൊടുക്കേണ്ടത്. അതിനകത്തോട്ട് നോക്കിയിരിക്കുമ്പോഴോ അതിനകത്ത് സ്മെല് ചെയ്യുമ്പോഴോ കൊടുക്കാതിരിക്കുക. ഇത് ഏകദേശം ഒന്ന് സെറ്റായി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇതേ സാധനം അല്പം ഒന്ന് മാറ്റി വയ്ക്കാം. ലെവറ്റ്. ആ സാധനം അവിടെ വെച്ചേക്കുവാണ്. നമ്മൾ അല്പം ഒന്ന് മാറിയൊക്കെ നോക്കുക. എടുക്കാൻ ചാൻസ് ഉണ്ട്. എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് കമാൻഡ് ഒന്നും കൂടെ പറയാം. ലെവറ്റ്. ഗുഡ്. ഓക്കെ. ഇത് തന്നെ ഡിസ്റ്റൻസ് കൂട്ടി കൊണ്ടുവരിക. നമ്മൾ അല്പം കൂടെ അങ്ങോട്ട് മാറി നിന്നു. ഇവർ നമ്മുടെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ സെയിം സാധനം നമ്മളിവിടെ കൊടുക്കുന്നു. വീണ്ടും അല്പം കൂടെ ഒന്ന് മാറി നോക്കുക. അതായത് അതിനകത്തുനിന്ന് പതുക്കെ നമ്മൾ ദൂരോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് കൂട്ടി കൊണ്ടുവരണം. ഇതിനനുസരിച്ച് ഇവർക്ക് പ്രൊവോക്കേഷൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ കുറെ ദിവസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാത്രം ഒരു പെർഫെക്ഷനിലോട്ട് പോകുന്ന ഒരു കമാൻഡാണിത്. ലെവിറ്റ് കമാൻഡ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു സാധനത്തിനോട് ചെറിയൊരു വെറുപ്പുണ്ടാക്കുകയാണ്. ഒരു 6 മാസത്തിന് മുമ്പേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ഡോഗ്സും പിന്നീട് ആ സാധനത്തിലോട്ട് തൊടാനായിട്ട് പോകത്തതേ ഇല്ല. പക്ഷെ ചില ഡോഗ്സ് ഉണ്ട്. ചില ഡോഗ്സിന് ജെനറ്റിക്കലി പുതിയ സ്മെല്ല് കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. സാധനങ്ങൾ എടുത്ത് ചവച്ച് നോക്കുക, നക്കി നോക്കുക, അറിയാതെ കഴിച്ചു പോവുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡോഗ്സിന് നമ്മളുടെ പ്രസൻസിൽ ഈ സാധനം എടുക്കാതിരിക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കാം. ഈ സെയിം കമാൻഡ് തന്നെ മതി. പക്ഷെ നമ്മുടെ ആബ്സെൻസിൽ ഇപ്പൊ മണിക്കൂറുകളോളം ഇവരെ നമ്മൾ വെറുതെ വിട്ടേക്കുവാണ്. അവിടെ ഒരു സോക്സ് കിടപ്പുണ്ട്, എടുക്കത്തില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് നേരം നമ്മൾ വിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം,
സോക്സ് പോലുള്ള എടുത്തുകൂടാത്ത സാധനങ്ങൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് എത്താത്ത ഒരു ഹൈറ്റിലേക്ക് മാറ്റി വെക്കുക. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം ഇതൊക്കെ വിഴിയും കഴിഞ്ഞാൽ കുറെ വയറ്റി കിടക്കുകയും ചിലതിനൊക്കെ സർജറി വേണ്ടി വരികയൊക്കെ ചെയ്യും. ചില ഡോഗ്സിന് അറിയാതെ ഇത് വയറ്റി നിങ്ങൾ പൊയ്ക്കോളൂ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേന്. പക്ഷെ ഒരുപാട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാടാണ്. കല്ലെടുത്ത് തിന്നുക, സോക്സ് എടുത്ത് തിന്നുക, പ്ലാസ്റ്റിക് കവർ വിഴുങ്ങുക, അവരുടെ ടോയ്സ് കടിച്ച് തിന്നുക, ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം വരാം. അപ്പോൾ കുഞ്ഞിലേ തന്നെ നമ്മൾ ഒരു 3 മാസത്തിന് മുമ്പായിട്ടൊക്കെ തന്നെ ലിവിറ്റ് കമാൻഡ് നന്നായിട്ട് പഠിപ്പിക്കുക. എന്തൊക്കെ സാധനങ്ങളാണോ ഇവരെടുക്കാനായിട്ട് ടെൻഡൻസി കാണിക്കുന്നത്, എടുത്തുകൂടാത്ത സാധനങ്ങൾ, അതെല്ലാം അവരുടെ മുന്നിൽ തന്നെ ഇട്ടിട്ടിട്ട് നമ്മൾ പഠിപ്പിക്കണം. സാധനം അവിടെ ഇടുന്നു, ഇട്ടതിന് ശേഷം ഇന്റൻഷനലി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള ലിവിറ്റ് കമാൻഡ് അവിടെ യൂസ് ചെയ്യുന്നു. യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ വീണ്ടും അങ്ങോട്ട് പോകാതിരിക്കാം. കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് കാണുമ്പോഴത്തേന് അതിന് റിവാർഡ് ചെയ്യുകയും വേണം. ഒരിക്കലും ഇവരെ ഇത് വെച്ചിട്ട് പേടിപ്പിക്കുന്നു എന്ന് കരുതിയിട്ട് മാത്രം അവരെടുക്കാതിരിക്കത്തില്ല. അത് എടുക്കാതിരുന്നാൽ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു തോന്നലുണ്ടാക്കണം. ടോയ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പെടുത്തോണ്ട് പോകുന്നു. അപ്പൊ നമ്മൾ അതിന് പകരം അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടോയ് വീണ്ടും കളിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് ലിവിറ്റ് പറഞ്ഞതിന് ശേഷം. ലിവിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് കമാൻഡ് തന്നെയാണ്. അത്യാവശ്യം ഒന്ന് പേടിപ്പിക്കുവാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കണം.